പ്രിയധികർ സുഹൃത്തുക്കളെ, എല്ലാവർക്കും കേരള ഗവേണൻസിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ വാട്ടർഷെഡ് മാനേജ്മെൻറ്റാണ് പഠിച്ചത്. വാട്ടർഷെഡ് മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും അടിസ്ഥാനമായ വിവരങ്ങളാണ് പഠിച്ചത്. എന്തൊക്കെ പഠിച്ചെന്ന് ഓർമ്മയുണ്ടോ? പ്രധാനമായിട്ടും എന്താണ് തണ്ണീർത്തടം, അല്ലേ? നീർത്തടം എന്താണെന്ന് നമ്മൾ പഠിച്ചു. എന്താണ് നീർത്തടം? അരുവികളോ മറ്റ് നീരുറവുകളോ അല്ലെങ്കിൽ മഴവെള്ളമോ മഞ്ഞോ തുടങ്ങിയ രൂപങ്ങൾ ഒരു പൊതുവായ സ്ഥലത്തേക്ക് ഒഴുകി എത്തുന്നുവെങ്കിൽ ആ സ്ഥലത്തെ നമ്മൾ എന്തെന്ന് വിളിക്കാം? നീർത്തടം എന്ന് വിളിക്കാം. ഉദാഹരണമായി പറഞ്ഞാൽ നദി, തടാകം എന്നൊക്കെ നമ്മൾ പറഞ്ഞു, അല്ലേ? പിന്നെ നീർത്തടങ്ങളുടെ പ്രാധാന്യം എന്തുകൊണ്ടാണ് നമ്മൾ നീർത്തടങ്ങൾ സംരക്ഷിക്കേണ്ടത് എന്ന കാര്യങ്ങൾ പഠിച്ചു. പിന്നെ നീർത്തടത്തെ അവയുടെ വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ പ്രധാനമായി 5ആയി വേർതിരിക്കുന്നു എന്ന് പഠിച്ചു, അല്ലേ? മിനി വാട്ടർഷെഡ്, മൈക്രോ വാട്ടർഷെഡ്, മില്ലി വാട്ടർഷെഡ്, പിന്നെ സബ് വാട്ടർഷെഡ്, അല്ലേ? മാക്രോ വാട്ടർഷെഡ്, മിനി വാട്ടർഷെഡ്, മൈക്രോ വാട്ടർഷെഡ്, മില്ലി വാട്ടർഷെഡ്, സബ് വാട്ടർഷെഡ്, മാക്രോ വാട്ടർഷെഡ്. ഈ മാക്രോ വാട്ടർഷെഡിനെ വീണ്ടും വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു? 4ആയി വേർതിരിച്ചു എന്ന് പറഞ്ഞു. ഫുൾ വാട്ടർഷെഡ്, സബ് കാച്ച്മെന്റ്, ബേസിൻ എന്നിങ്ങനെ ആണോ? പിന്നെ നമ്മൾ പറഞ്ഞു കേരളത്തിലെ നീർത്തട വികസനത്തിന് വേണ്ടിയിട്ട്, പരിസ്ഥിതി പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് കർഷകരെയും വിദ്യാർത്ഥികളെയും ജനപ്രതിനിധികളെയും സർക്കാർ ഉദ്യോഗസ്ഥരും തുടങ്ങിയവരെയൊക്കെ പരിശീലിപ്പിക്കുന്ന ഒരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ചടയമംഗലത്താണെന്നും അതിൻ്റെ പേരെന്താണ്? കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വാട്ടർ ഡെവലപ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് എന്നാണെന്ന് പഠിച്ചു, അല്ലേ? തരിശുഭൂമി വികസന വകുപ്പാണ് നിലവിൽ ഭൂവിഭവ വകുപ്പ് എന്നറിയപ്പെടുന്നത് എന്ന് നമ്മൾ പഠിച്ചു. നീർത്തട പരിപാലനത്തിൻ്റെ ആവശ്യകത എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിക്കുകയും അതിനുവേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച നീർത്തട സംരക്ഷണ പദ്ധതികൾ ഏതൊക്കെയെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇൻ്റഗ്രേറ്റഡ് വാട്ടർഷെഡ് മാനേജ്മെൻറ്റ് പ്രോഗ്രാമാണ്. 2009 ആരംഭിച്ചുവെന്നും കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം 90%, സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം 10% നമ്മൾ പഠിച്ചു. നടപ്പിലാക്കേണ്ട ചുമതല ഗ്രാമ വികസന വകുപ്പിനാണ്. നടപ്പിലാക്കുന്നത് ആരാണ്? ബ്ലോക്ക് പഞ്ചായത്തുകളാണ് നേതൃത്വം നൽകുന്നതെന്നും പഠിച്ചു. 3 പദ്ധതികൾ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് ഇൻ്റഗ്രേറ്റഡ് വാട്ടർഷെഡ് മാനേജ്മെന്റ് പ്രോഗ്രാം ആരംഭിച്ചതെന്ന് നമ്മൾ പറഞ്ഞു, അല്ലേ? ഏതൊക്കെയാ? ഡ്രോട്ട് പ്രോൺ ഏരിയാസ് പ്രോഗ്രാം 1973-74 ആരംഭിച്ചത്. ഡെസേർട്ട് ഡെവലപ്മെന്റ് പ്രോഗ്രാം 1977-78 ആരംഭിച്ചത്. ഇൻ്റഗ്രേറ്റഡ് വേസ്റ്റ് ലാൻഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാം 1989-90 ആരംഭിച്ചത്, അല്ലേ? ഈ 3 പദ്ധതികൾ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അന്തരീകരിക്കുക ഇൻ്റഗ്രേറ്റഡ് വാട്ടർഷെഡ് മാനേജ്മെന്റ് പ്രോഗ്രാം ആരംഭിക്കുക, അല്ലേ? ഈ ഇൻ്റഗ്രേറ്റഡ് വാട്ടർഷെഡ് മാനേജ്മെന്റ് പ്രോഗ്രാം 2015 പുനഃസംഘടിപ്പിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന ആരംഭിക്കുക. ഇതുകൂടാതെ പ്രധാനപ്പെട്ട മറ്റ് പദ്ധതികളാണ് ഹരിയാലി നീർത്തട വികസന പദ്ധതി 2003 ആരംഭിച്ചു. നിരാഞ്ചൽ പദ്ധതി 5 വർഷ കാലാവധിയിൽ തുടക്കം കുറിച്ച കേന്ദ്ര ബാങ്കിൻ്റെ, അതായത് ലോക ബാങ്കിൻ്റെ സഹായത്തോടു കൂടി ആരംഭിച്ച പദ്ധതിയാണ്. 2016-17 മുതൽ 2021-22 വരെ, ആകെ 5 വർഷത്തേക്ക് വേണ്ടിയിട്ട്, അല്ലേ? പിന്നെ ജലക്രാന്തി അഭിയാൻ ആരംഭിച്ചത് 2015 പറഞ്ഞു. അടൽ ഭൂജല യോജന ആരംഭിച്ചത് 2019 ഡിസംബർ 25 പറഞ്ഞു. അടൽ ഭൂജല യോജനയുടെ പരിശോധന പ്രകാരം ഇന്ത്യയിൽ പുനരുപയോഗിക്കാൻ കഴിയുന്ന ആകെ ഭൂഗർഭ ജലം എത്രയാ? 1769 ക്യൂബിക് കിലോമീറ്റർ ആണെന്ന് പറഞ്ഞു, അല്ലേ? അതിൽ നമുക്ക് വിനിയോഗിക്കാൻ കഴിയുന്നത് 60% മാത്രമാണെന്നും അത് 1122 ക്യൂബിക് കിലോമീറ്റർ ആണെന്ന് നമ്മൾ പറഞ്ഞു. ശരിയല്ലേ? യെസ്. ഇനി പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളും അവ നടപ്പിലാക്കിയ നീർത്തട പദ്ധതികൾ നമ്മൾ 2 പഠിച്ചു. ആന്ധ്രാപ്രദേശ് സംസ്ഥാനം നടപ്പിലാക്കിയത് നിരുമിരു പദ്ധതിയാണെന്നും രാജസ്ഥാൻ നടപ്പിലാക്കിയത് അൻവാരി പാനി സൻസദ് ആണെന്നും പഠിച്ചു. ശരിയല്ലേ? ഇന്ത്യയിൽ കേന്ദ്ര സർക്കാർ ജില്ലാ നീർത്തട വികസന യൂണിറ്റുകൾ ജില്ലാടിസ്ഥാനത്തിൽ സ്ഥാപിക്കാറുണ്ട്. പക്ഷേ അങ്ങനെ ജില്ലാ നീർത്തട വികസന യൂണിറ്റ് സ്ഥാപിക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് നീർത്തട വിസ്തൃതി എത്ര വേണം? ഏറ്റവും കുറഞ്ഞ് 25,000 ഹെക്ടറിലധികം വിസ്തൃതി ഉണ്ടായിരിക്കണമെന്ന് പഠിച്ചു. ഇനി ഇന്നേ ദിവസം നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച് ജസ്റ്റ് ഒന്ന് റിവിഷൻ ചെയ്താണ് കേട്ടോ. ഇന്നേ ദിവസം നമ്മൾ പഠിക്കുന്നത് കേന്ദ്ര സർക്കാർ ജലം എങ്ങനെ വിനിയോഗിക്കണമെന്നും അതിൻ്റെ മാർഗനിർദ്ദേശങ്ങളും ഔദ്യോഗിക വിജ്ഞാപന പ്രകാരം പുറപ്പെടുവിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ ജലവിനിയോഗത്തെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളെ നമുക്ക് പൊതുവായി എന്തെന്ന് വിളിക്കാം? ജലനയം എന്ന് വിളിക്കാം. വാട്ടർ പോളിസി, ജലനയം അഥവാ വാട്ടർ പോളിസി, ദേശീയ ജലനയം. ജലസ്രോതസ്സുകൾ എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത്, എങ്ങനെയാണ് ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ട് വികസിപ്പിച്ച് നിലനിർത്തേണ്ടത്,
എങ്ങനെയാണ് നാം ശുദ്ധജലം വിനിയോഗിക്കേണ്ടത്, എത്ര അളവിൽ വിനിയോഗിക്കണം തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ദേശീയ ജലനയം പ്രഖ്യാപിച്ചത്. ആദ്യമായി ദേശീയ ജലനയം അംഗീകരിക്കപ്പെടുന്നത് 1987-ലാണ്. 1987-ലെ ദേശീയ ജലനയം അനുസരിച്ച് ജലം ഉപയോഗിക്കുന്നതിന് മുൻഗണന നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു, നമുക്കാകെ ഇന്ത്യയിലെ ഭൂഗർഭജലം എത്രയേ ഉള്ളൂ? 1869 ക്യൂബിക് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അതിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന എത്ര മാത്രം? 60% മാത്രം. അതും കൂടാതെ നമുക്ക് മഴവെള്ളം ശുദ്ധീകരിച്ചൊക്കെ നമ്മൾ ശുദ്ധജലം ശേഖരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശുദ്ധജലത്തിന് ഒരു പരിധിയുണ്ട്. എത്ര ഉപയോഗിച്ചാലും തീർന്നു പോകാത്തതാണോ ശുദ്ധജലം? അല്ല. അപ്പോൾ ശുദ്ധജലം കുറച്ച് മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. നമ്മൾ അനാവശ്യമായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തീർന്നു പോകാം. അടുത്ത തലമുറ ശുദ്ധജലത്തിന് വേണ്ടിയിട്ട് പോരാടേണ്ടി വരും. അതുകൊണ്ടാണ് ദേശീയ ജലനയം 1987 പ്രഖ്യാപിച്ചത്. അതിൽ മുൻഗണന ഏറ്റവും ആദ്യം കുടിവെള്ളത്തിന്, 2 കൃഷിക്ക് ആവശ്യമായ ജലസേചനം. ഇനി കൃഷിക്ക് എന്തുകൂടെ വേണം? ജലസേചനം മാത്രം പോരാ. ആധുനിക ഹരിത വിപ്ലവത്തിൻ്റെ ഫലമായിട്ട് യന്ത്രവൽകൃതമായ കൃഷിയാണ് ആരംഭിക്കുന്നത്. അതിനുവേണ്ടി എന്ത് വേണം? വൈദ്യുതി വേണം. മലിനീകരണം ഏറ്റവും കുറവുള്ള വൈദ്യുതിയാണ് ജലവൈദ്യുതി. അപ്പോൾ മൂന്നാമത്തെ പരിഗണന എന്തിനാണ്? ജലവൈദ്യുതിക്ക്. നാലാമതായി കൃഷി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ ജലഗതാഗത മാർഗത്തിലൂടെ ഏറ്റവും കുറഞ്ഞ ചിലവിൽ നമുക്ക് എന്ത് ചെയ്യാം? ചരക്ക് നീക്കം നടത്താനായിട്ട് കഴിയും. ജലഗതാഗതത്തിന് പ്രാധാന്യം നൽകുന്നു. അത് കഴിഞ്ഞ് ഏറ്റവും അവസാനം മാത്രമാണ് എന്തിന് പ്രാധാന്യം നൽകുക? വ്യാവസായിക ഉപയോഗങ്ങൾക്ക്. വ്യാവസായിക ഉപയോഗം എന്നതിൻ്റെ ഉപവിഭാഗത്തിലാണ് ഗാർഹിക ജലസേചനം ഉൾപ്പെടെ വരിക. അത് നമ്മൾ തുണി അലക്കാൻ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കൾ കഴുകാൻ ഉപയോഗിക്കുന്നു, കുളിക്കാൻ ഉപയോഗിക്കുന്നു. ഇതൊക്കെ വ്യാവസായിക ഉപയോഗം എന്ന കാറ്റഗറിയിലാണ് വരിക. അപ്പോൾ ഏറ്റവും ആദ്യം കുടിവെള്ളത്തിന്, 2 കാർഷിക ആവശ്യത്തിനുള്ള ജലസേചനം, മൂന്നാമത്തെ പരിഗണന ജലവൈദ്യുതിക്ക്, നാലാമത്തെ പരിഗണന ജലഗതാഗതത്തിന്, ഏറ്റവും അവസാനമാണ് എന്തിന് പ്രാധാന്യം കൊടുക്കുക? വ്യാവസായിക ഉപയോഗങ്ങൾക്ക്. കാരണം വ്യാവസായിക മേഖലയിൽ പലപ്പോഴും ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ് എന്തുപയോഗിക്കുക? വാട്ടർ ഉപയോഗിക്കുക. ആ ജലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് മലിനപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ പ്രഥമ പരിഗണന വ്യാവസായിക ഉപയോഗങ്ങൾക്ക് നൽകിക്കഴിഞ്ഞാൽ ശുദ്ധജലം പിന്നെ കിട്ടാക്കനിയായിട്ട് മാറും. അതുകൊണ്ട് പ്രഥമ പരിഗണന എന്തിനാ? കുടിവെള്ളത്തിന്. കുടിവെള്ളം കഴിഞ്ഞ് ബാക്കിയുണ്ടെങ്കിൽ ജലസേചനം, ബാക്കിയുണ്ടെങ്കിൽ ജലവൈദ്യുതി, അതിലും ബാക്കിയുണ്ടെങ്കിൽ ജലഗതാഗതം, അതിനും ബാക്കിയുണ്ടെങ്കിൽ മാത്രമേ വ്യാവസായിക ഉപയോഗങ്ങൾക്ക് ജലം നൽകാവൂ എന്നാണ് 1987-ലെ ദേശീയ ജലനയം പ്രഖ്യാപിക്കുന്നത്. ഓക്കെ, ദേശീയ ജലനയം 1987 കുറേ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങളാണ് നമ്മളിനി പഠിക്കുക. എന്താണ് മുൻ നിർദ്ദേശങ്ങൾ? പ്രഥമ പരിഗണന കുടിവെള്ളത്തിന് തന്നെയാണല്ലേ. വരൾച്ച ബാധിത പ്രദേശങ്ങളിൽ വരൾച്ചയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കുള്ള നടപടികൾ സ്വീകരിക്കണം. എവിടെയെങ്കിലും ഒരു ഭൂപ്രദേശത്ത് വരൾച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വരൾച്ചയെ ബാധിക്കാത്ത തരത്തിലുള്ള സസ്യജാലങ്ങളെ നട്ടുപിടിപ്പിക്കാം. അത്തരം സസ്യജാലങ്ങൾ നട്ടുപിടിപ്പിച്ചാൽ ഒരു പരിധിവരെ മണ്ണിൻ്റെ ശോഷണം തടയാനായിട്ട് കഴിയും, അല്ലേ? മരുഭൂമിവൽക്കരണം തടയാനായിട്ട് കഴിയും. അത്തരം സസ്യജാലങ്ങളുണ്ടോ? ഉണ്ട്. ജലം വളരെ കുറച്ച് മാത്രം ഉപയോഗിക്കുന്ന സസ്യജാലങ്ങളെയാണ് നമ്മൾ സീറോ ഫൈറ്റുകൾ എന്ന് വിളിക്കുക എന്ന് സയൻസ് പഠിക്കും, അല്ലേ? ആ സീറോ ഫൈറ്റുകൾ നട്ടുപിടിപ്പിക്കും. അങ്ങനെ നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ചൂടുകാറ്റിനെ തടയാനായിട്ട് കഴിയും. ചൂടുകാറ്റിലൂടെ മണലാരണ്യങ്ങൾ മറ്റു ഭൂപ്രദേശത്തേക്ക് കാറ്റ് കാരണം സംവഹിച്ചു പോകുന്നത് തടയാനായിട്ട് കഴിയും. അതായത് മേൽമണ്ണ് നഷ്ടപ്പെടുന്നത് തടയാനായിട്ട് കഴിയും. മേൽമണ്ണുണ്ടെങ്കിൽ മാത്രമേ ഫലപുഷ്ടിയോടുകൂടെ മണ്ണ് നിലനിർത്താനായിട്ട് കഴിയത്തുള്ളൂ. ശരിയല്ലേ? അപ്പോൾ വരൾച്ച ബാധിത പ്രദേശങ്ങളുണ്ടെങ്കിൽ അത് ഓവർകം ചെയ്യുവാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. നമുക്കറിയാമല്ലോ, നിങ്ങൾ പലപ്പോഴും യൂട്യൂബിലൊക്കെ വീഡിയോസ് കാണാറുണ്ട്. ചൈനയിലെ മരുഭൂമിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? അവർ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ നട്ടുപിടിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഈ നെല്ലിൻ്റെ ഇതുണ്ടല്ലോ, വൈക്കോൽ എന്ന് പറയും, അത് ചതുരാകൃതിയിൽ വച്ച് പിടിപ്പിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു പരിധിവരെ വരണ്ട ചൂടുകാറ്റിനെ തടയാനും അത് കാരണം ചൂടുകാറ്റ് മൂലമുള്ള മണൽത്തരികൾ കൊണ്ടുപോകുന്നത് തടയുന്നതിനും വേണ്ടിയിട്ടാണ്. വെള്ളപ്പൊക്ക സാധ്യതയുള്ള മേഖലകളിൽ വെള്ളപ്പൊക്കം നിവാരണത്തിനായുമുള്ള പദ്ധതികൾ നടപ്പിലാക്കണം. വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണല്ലേ. നമുക്ക് മഴ നിയന്ത്രിക്കാൻ കഴിയില്ല, അതുകൊണ്ട് തന്നെ വെള്ളപ്പൊക്കത്തെ നിയന്ത്രിക്കാൻ കഴിയില്ല.
ഇനി ഒരുപക്ഷെ വെള്ളപ്പൊക്കം ഉണ്ടായി കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് സ്വാഭാവികമായിട്ട് എവിടെയായിരിക്കും? അവിടെ നദിക്കരയിലൊക്കെ ആയിരിക്കും അല്ലേ? അങ്ങനെയുള്ള ഭൂപ്രദേശങ്ങളിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് സുരക്ഷിതമായ ഒരു ആവാസ വ്യവസ്ഥയ്ക്ക് രൂപം നൽകുക. അത് വെള്ളപ്പൊക്കത്തിൽ നശിച്ചു പോകാത്ത വീടുകൾ, അല്ലെങ്കിൽ കരയേക്കാൾ കുറച്ചുകൂടെ ഉയരത്തിൽ വീടുകൾ നിർമ്മിക്കുന്ന പരിപാടികൾ അങ്ങനെ ആസൂത്രണം ചെയ്യുക. വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്ക നിയന്ത്രണത്തിനായും നിവാരണത്തിനുമായും പദ്ധതികൾ നടപ്പിലാക്കണം. ഇനി ജലസേചന സംവിധാനത്തിലെ ജലവിതരണം തുല്യമായും സാമൂഹിക നീതിയും പരിഗണിച്ചാകണം. ഇപ്പോൾ ഒരു ഡാമിൽ നിന്ന് ജലസേചനത്തിന് വേണ്ടിയിട്ട് ചാനലുകൾ നിർമ്മിക്കാറുണ്ട്, അഥവാ കനാലുകൾ നിർമ്മിക്കാറുണ്ട്. അങ്ങനെ കനാലുകൾ നിർമ്മിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് സാമൂഹിക നീതിയുടെ അടിസ്ഥാനത്തിൽ തുല്യമായി വിതരണം ചെയ്യപ്പെടുന്നതാകണം. ശരിയല്ലേ? അല്ലെങ്കിൽ ഏതെങ്കിലും ജാതിയെയോ ഏതെങ്കിലും മതത്തിലെയോ വർഗത്തിൽപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി മാത്രമാകരുത്. ജനങ്ങൾക്കെല്ലാം തുല്യമായി വിതരണം ചെയ്യപ്പെടുന്നതാവണം കനാൽ ശൃംഖലയിലൂടെയുള്ള ജലവിതരണം എന്ന് പറയുന്നത്. ഭൂഗർഭ ജലസ്രോതസ്സുകളുടെ ചൂഷണം എന്ത് ചെയ്യണം? കർശനമായി നിയന്ത്രിക്കണം. കാരണം ഭൂഗർഭ ജലസ്രോതസ് എന്ന് പറയുന്നത് അമൂല്യമായതാണ്. പക്ഷേ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. നമ്മൾ പറഞ്ഞു എത്രയാ? 1769 ക്യൂബിക് കിലോമീറ്റർ മാത്രമേ ഭൂഗർഭജലം ഇന്ത്യയിലുള്ളൂ. അപ്പോൾ ആ ഭൂഗർഭ ജലസ്രോതസ്സുകളുടെ ചൂഷണം നിയന്ത്രിക്കണം. കൂടാതെ സാമൂഹിക സമത്വം ഉറപ്പുവരുത്തുകയും ചെയ്യണം. രാജ്യത്തിന് ലഭ്യമായ ജലസ്രോതസ്സുകൾ പരമാവധി പ്രയോജനപ്പെടുത്തണം. ജലസ്രോതസ്സുകൾ എന്ന് പറയുമ്പോൾ മഴയാകാം, അരുവികളാകാം, നദികളാകാം, കുളങ്ങളാകാം, ചെറിയ തടാകങ്ങളാകാം, നീർത്തടങ്ങളാകാം, എന്തോ ആയിക്കോട്ടെ, അവയെ പരമാവധി പ്രയോജനപ്പെടുത്തണം, മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. പിന്നെ രാജ്യമൊട്ടാകെ ഒരു ജലമേഖല ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ ഒരു ഭൂപ്രദേശ ജലമുണ്ട്, മറ്റൊരു ഭൂപ്രദേശ ജലമില്ലെങ്കിൽ അത് കനാൽ ശൃംഖലയിലൂടെ ബന്ധിപ്പിക്കണമെന്നർത്ഥം. അതിൻ്റെ അടിസ്ഥാനത്തിൽ പല നദീ സംയോജന പദ്ധതികളൊക്കെ ഇന്ത്യയിൽ വിഭാവനം ചെയ്തിട്ടുണ്ട്. നദീജല സംയോജന പദ്ധതി നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ചിലപ്പോൾ മഴക്കാലത്ത് നദിയിൽ വെള്ളം ഉണ്ടാവും. ചില നദികൾ പെട്ടെന്ന് മഴയായാലും വേനലായാലും വെള്ളം ഉണ്ടാവില്ല. പണ്ട് വെള്ളം ഉണ്ടായിരുന്നതായിരിക്കാം, ഇപ്പം നിലവിൽ വെള്ളം ഉണ്ടാവില്ല. പക്ഷെ തൊട്ടടുത്ത് മറ്റൊരു നദിയിൽ എപ്പോഴും വെള്ളമുണ്ട്. എങ്കിലെന്ത് ചെയ്യും? ഈ നദികൾ തമ്മിൽ കൂട്ടിയോജിപ്പിക്കും. അതാണ് നദീജല സംയോജന പദ്ധതികൾ കേട്ടോ. അതൊക്കെ എന്തിൻ്റെ ഭാഗമാണ്? രാജ്യമൊട്ടാകെയുള്ള ഒരു ജലമേഖല ഉണ്ടായിരിക്കണം എന്നതിൻ്റെ ഉദാഹരണമായിട്ട് പറയാം. അപ്പോൾ ദേശീയ ജലനയം 1987 പ്രധാന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാ? വരൾച്ചാ ബാധിത പ്രദേശങ്ങളിൽ വരൾച്ചയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കുള്ള നടപടികൾ സ്വീകരിക്കുക. വെള്ളപ്പൊക്ക സാധ്യതയുള്ള മേഖലകളിൽ വെള്ളപ്പൊക്കം നിയന്ത്രിക്കുന്നതിനായി നിവാരണത്തിനായുമായുള്ള പദ്ധതികൾ തയ്യാറാക്കുക. ജലസേചന സംവിധാനത്തിലെ ജലവിതരണം തുല്യമായും സാമൂഹിക നീതിയും പരിഗണിച്ചുള്ളതായിരിക്കണം. ഭൂഗർഭ ജലസ്രോതസ്സുകളുടെ ചൂഷണം നിയന്ത്രിക്കുകയും സാമൂഹിക സമത്വം ഉറപ്പുവരുത്തുകയും ചെയ്യണം. രാജ്യത്തിന് ലഭ്യമായ എല്ലാ ജലസ്രോതസ്സുകളും പരമാവധി പ്രയോജനപ്പെടുത്തണം. ഒന്നും മാറ്റി നിർത്തേണ്ട, നശിപ്പിച്ചു കളയുകയും വേണ്ട, ഉപയോഗിക്കാതിരിക്കുകയും വേണ്ട. രാജ്യമൊട്ടാകെ ഒരു പൊതു ജലമേഖല ഉണ്ടായിരിക്കണം. ദേശീയ ജലനയം ആദ്യമായി പ്രഖ്യാപിച്ചത് 1987 അതിൻ്റെ കാര്യങ്ങളാണ് നമ്മളിതുവരെ പഠിച്ച്. അത് കഴിഞ്ഞിട്ട് 15 വർഷത്തിന് ശേഷം 2002 വീണ്ടും ദേശീയ ജലനയം പ്രഖ്യാപിച്ചു. ദേശീയ ജലനയം 2002. ദേശീയ ജലനയത്തിലെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ 2002 ദേശീയ ജലനയത്തിലെ പ്രധാന ലക്ഷ്യങ്ങൾ നോക്കിയേ. ജലവിഭവ ആസൂത്രണം. ജലവിഭവം അത് ഭൂഗർഭജലമായിക്കോട്ടെ, മഴയിൽ നിന്ന് ലഭിക്കുന്ന ജലമായിക്കോട്ടെ, നദികളിലൂടെ എത്തുന്ന ജലമായിക്കോട്ടെ, മഞ്ഞുരുകി ലഭിക്കുന്ന ജലമായിക്കോട്ടെ, നീർച്ചാലുകളിൽ നിന്ന് ലഭിക്കുന്ന ജലമായിക്കോട്ടെ, അത് കൃത്യമായി ആസൂത്രണം ചെയ്യണം. ആസൂത്രണം ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ആരായിരിക്കും? പ്രാദേശിക ഗവൺമെൻറ്റുകളായിരിക്കും, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. അവ ആസൂത്രണം ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഒരു ജലവിഭവ സ്രോതസ്സിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പദ്ധതി ആദ്യം തയ്യാറാക്കണം. ആ പദ്ധതി തയ്യാറാക്കുമ്പോൾ കൃത്യമായ നിരീക്ഷണത്തിനും പരിപാലനത്തിനും നവീകരണത്തിനും ഉള്ള പദ്ധതികൾ അവിടെ ഉണ്ടായിരിക്കണം എന്നർത്ഥം. മനസ്സിലായോ? അപ്പോൾ വളരെ പ്രാധാന്യമുണ്ട്, മറന്നു പോകരുത്. അപ്പോൾ ജലവിഭവ നയം അഥവാ ജലനയം 2002 ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? ജലവിഭവങ്ങളുടെ ആസൂത്രണമാണ്. അതിനു വേണ്ടിയിട്ട് പദ്ധതികൾ തയ്യാറാക്കണമെന്നും നിരീക്ഷണം, പരിപാലനം, നവീകരണം എന്നിവ നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെടുന്നു.
ഇനി ജലവിഭവത്തിന് വേണ്ടിയിട്ടുള്ള നിരീക്ഷണവും പരിപാലന നവീകരണവും ഒക്കെ ആസൂത്രണം ചെയ്തല്ലോ. ഇനി അത് മാത്രം മതിയോ? പാടില്ല. ജലനയത്തിന്റെ പ്രഥമ പരിഗണന എന്തിനാണ്? കുടിവെള്ളത്തിന് വേണ്ടിയിട്ടാണ്, ശരിയല്ലേ? അപ്പോൾ കുടിവെള്ളം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ജലം കുടിക്കണമെന്നാണോ? അല്ല, ശുദ്ധമായ ജലമാണ് കുടിവെള്ളത്തിന് ഉപയോഗിക്കാൻ കഴിയുക. അപ്പോൾ ജലത്തിൻ്റെ ശുദ്ധത അവിടെ ഉറപ്പുവരുത്തണം എന്നർത്ഥം. ജലത്തിൻ്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തണം. ജലത്തിൻ്റെ ഗുണനിലവാരം നമുക്ക് എങ്ങനെ പരിശോധിക്കാം? pH പരിശോധിച്ചാൽ മതി. ശുദ്ധമായ ജലമെന്ന് പറയുന്നത് pH മൂല്യം 7 വരുന്നതാണ്. ആസിഡും അല്ല, ബേസുമല്ല. ഒരുപക്ഷെ അസിഡിറ്റിയോ ബേസിൻ്റെ ഗുണമോ കാണിച്ചാൽ അത് ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്നർത്ഥം. ഇനി സർക്കാരിന് എല്ലായിടത്തും ഓടിച്ചെന്നെത്താൻ കഴിയണമെന്നില്ല. അപ്പോഴെന്ത് ചെയ്യണം? സർക്കാരിനെ എല്ലാ പദ്ധതികളിലും സഹായിക്കുന്ന നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻസ്, അതായത് പ്രതിഫലം ഇല്ലാതെ തന്നെ അല്ലെങ്കിൽ ലാഭ ഇച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന സാമൂഹിക സംഘടനകളുണ്ട്. അവയെ നമ്മൾ പൊതുവായിട്ട് NGOs, നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് എന്നാണ് വിളിക്കുക. NGOയുടെ സഹായത്തോടു കൂടി, അതിനെയാണ് നമ്മളിവിടെ സ്വകാര്യ മേഖലകളുടെ പങ്കാളിത്തത്തോടു കൂടി ജലസംരക്ഷണം ഉറപ്പാക്കണമെന്ന് പറയുക. ഇനി അന്തർ സംസ്ഥാന ജലവിതരണം നമുക്കറിയാമല്ലോ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മുല്ലപ്പെരിയാർ ജലതർക്കം നമ്മൾ കാണാറുണ്ട്, കാവേരി ജലതർക്കം കാണാറുണ്ട്. ഒരു സംസ്ഥാനത്തിൻ്റെ അകത്ത് കൂടെ കടന്നു പോകുന്ന നദീജലം ആ സംസ്ഥാനം ഉപയോഗിച്ച് ബാക്കിയുണ്ടെങ്കിൽ മാത്രമേ അടുത്ത സംസ്ഥാനത്തിന് വിതരണം ചെയ്യുന്ന ഒരു കാഴ്ചപ്പാട് ചില സംസ്ഥാനങ്ങളെങ്കിലും പുലർത്തി കാണാറുണ്ട്. അത്തരം കാര്യങ്ങൾ പ്രതിഷേധത്തിനിടയാക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന പരമാധികാര രാജ്യത്തിനകത്ത് സംസ്ഥാനങ്ങൾ തമ്മിൽ അതിർത്തികളുണ്ടെങ്കിലും ആ അതിർവരമ്പുകൾ അപേക്ഷിച്ച് ഇന്ത്യൻ ജനതയ്ക്ക് തുല്യ അവകാശം നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടി അന്തർ സംസ്ഥാന ജലവിതരണം സുഗമമാക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇനി ഓരോ സ്ഥലത്തും എത്ര ജലമുണ്ട്? അതിപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും എത്ര ജലസ്രോതസ്സുകളുണ്ട്, അവയിൽ ഏതൊക്കെയാണ് ശുദ്ധജലം, ഏതൊക്കെയാണ് പരിപാലിക്കേണ്ടത് തുടങ്ങിയ കണക്ക്, സ്ഥിതി വിവരക്കണക്ക് എടുക്കുക. അപ്പോൾ ദേശീയ ജലനയം 2002 പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എന്തൊക്കെയാ? ജലവിഭവ ആസൂത്രണം, പദ്ധതി ആസൂത്രണം, നിരീക്ഷണം, പരിപാലനം, നവീകരണം, ജലത്തിൻ്റെ ഗുണനിലവാരം ഉറപ്പാക്കുക, പിന്നെ സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം ഉറപ്പാക്കുക, അതായത് NGOസിൻ്റെ സഹായം തേടുക, അന്തർ സംസ്ഥാന ജലവിതരണം സുഗമമാക്കുക, അതല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ജലതർക്കം പരിഹരിക്കുക എന്നർത്ഥം. വിവര സംവിധാനം, അതായത് സ്ഥിതി വിവരക്കണക്ക് കൃത്യമായി സൂക്ഷിക്കുകയും വേണം. വീണ്ടും 10 വർഷം കഴിഞ്ഞതിന് ശേഷം 2012 മറ്റൊരു ദേശീയ ജലനയം രൂപീകരിച്ചു. 2012 ദേശീയ ജലനയത്തിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിച്ചാലോ. 2012 ദേശീയ ജലനയത്തിൽ പറയുന്നത് നാഷണൽ വാട്ടർ ബോർഡിൻ്റെ ശുപാർശ പ്രകാരമാണ് 2012 ദേശീയ ജലനയം നടപ്പിലാക്കുക. എന്തൊക്കെയാണ് നിർദ്ദേശങ്ങൾ? പ്രധാനപ്പെട്ട 4 നിർദ്ദേശങ്ങൾ. കാലാവസ്ഥാ വ്യതിയാനവുമായി പൊരുത്തപ്പെടുക. നമുക്കറിയാമല്ലോ, നമ്മൾ പണ്ടുകാലത്ത് മഴക്കാലം അല്ലെങ്കിൽ വേനൽക്കാലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മഴക്കാലം തന്നെയാണ്, അല്ലെങ്കിൽ വേനൽ എന്ന് പറഞ്ഞ് വേനൽക്കാലം തന്നെയാണ്. ഇപ്പോൾ എപ്പോഴാണ് മഴ പെയ്യുന്നതെന്ന് നമുക്കറിയത്തില്ല. മഴക്കാലത്ത് മഴയില്ല, വേനൽക്കാലത്ത് മഴയുണ്ട്, ശൈത്യകാലത്ത് മഴയുണ്ട്. കാലാവസ്ഥ ഒത്തിരി വ്യതിയാനം സംഭവിച്ചു പോയി. ഈ കാലാവസ്ഥാ വ്യതിയാനം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കൃഷിയെ ആശ്രയിക്കുന്ന രാജ്യങ്ങളെയാണ്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു കാർഷിക രാജ്യമല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും മഴയുടെ ലഭ്യത കുറയുന്ന സാഹചര്യങ്ങളിൽ ജലവിതരണത്തിന് വേണ്ടിയിട്ട്, കൃഷിക്ക് അനുയോജ്യമായ ജലസേചനത്തിന് വേണ്ടിയിട്ട് ജലം സംരക്ഷിക്കണം, ശരിയല്ലേ? ഇനി ജലമുള്ള സമയത്ത് പരമാവധി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും മറ്റ് ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന, ഉദാഹരണമായി പറഞ്ഞാൽ താപവൈദ്യുതിയോ ആണവ വൈദ്യുതിയോ ഉൽപ്പാദിപ്പിക്കുന്നത് കുറച്ചുകൊണ്ട് ജലലഭ്യതയുള്ള സമയത്ത് പരമാവധി ജലവൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ഈ താപവൈദ്യുതിയോ ആണവോർജ്ജ വൈദ്യുതിയോ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ വിതരണം ചെയ്യുക. മറിച്ച് ജലലഭ്യത കുറയുന്ന സമയത്ത് അവിടെ നിന്ന് തിരികെ മേടിക്കുക. ഇത്തരം കാഴ്ചപ്പാടുകൾ എന്ത് ചെയ്യണം? മുന്നിൽ കണ്ടുകൊണ്ട് പദ്ധതി രൂപീകരിക്കണം. അവയെല്ലാം കൂടെ ഒരുമിച്ചാണ് പറയുന്നത്. കാലാവസ്ഥാ വ്യതിയാനവുമായി പൊരുത്തപ്പെടണം, ജലത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തണം. നഗരീവൽക്കരണം കൂടിയപ്പോൾ നഗരങ്ങളുമായി ബന്ധപ്പെട്ട മാലിന്യം സംസ്കരിക്കാൻ സ്ഥലമില്ലാതായി. അതുകൊണ്ട് തന്നെ ഇന്ന് നാം കാണുന്ന എല്ലാ നഗരപ്രദേശങ്ങളോടും ചേർന്ന് കാണപ്പെടുന്ന നദികളെല്ലാം തന്നെ മാലിന്യത്തിൻ്റെ കൂമ്പാരമാണ്.
തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ മെട്രോപൊളിറ്റൻ നഗരമാണ് ചെന്നൈ. ചെന്നൈയോട് ചേർന്ന് ഒഴുകുന്ന നദിയാണ് അടയാർ. അടയാർ മാലിന്യ കൂമ്പാരമാണ്. കേരളത്തിൻ്റെ തലസ്ഥാനമാണ് തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ലയിലെ ഒരു തോടാണ്, 15 കിലോമീറ്റർ നീളമില്ലാത്തതുകൊണ്ട് നദിയെന്ന് വിളിക്കാൻ പറ്റില്ല, തോടാണ് പാർവതി പുത്തനാർ. അത് മാലിന്യ കൂമ്പാരമാണ്. കേരളത്തിൽ ആകെയുള്ള വ്യവസായത്തിൻ്റെ 25% സ്ഥിതി ചെയ്യുന്ന എറണാകുളം ജില്ലയിലാണ്. ആ 25% വ്യവസായം സ്ഥിതി ചെയ്യുന്ന എറണാകുളം ജില്ലയിലായതുകൊണ്ട് ആ വ്യവസായശാലകളിലെ മാലിന്യങ്ങൾ പലതും പുലർന്തള്ളുന്നത് എറണാകുളം ജില്ലയുടെ മധ്യഭാഗത്തൂടെ ഒഴുകുന്ന ഏത് നദിയിലാണ്? പെരിയാർ നദിയിലാണ്. അതുകൊണ്ട് തന്നെ പെരിയാർ എറണാകുളം ജില്ലയിൽ മലിനീകരിക്കപ്പെട്ട നദിയാണ്. അപ്പോൾ ജലത്തിൻ്റെ ഗുണനിലവാരം ഉറപ്പായും മെച്ചപ്പെടുത്തണം. അല്ലെങ്കിൽ ജനജീവിതത്തെ, ആരോഗ്യത്തെ സ്വാഭാവികമായി അത് ബാധിക്കും. ജലത്തിൻ്റെ ആവശ്യകതയും കാര്യക്ഷമമായ ഉപയോഗവും ഉറപ്പുവരുത്തണം. ജലത്തിൻ്റെ ആവശ്യകത അറിഞ്ഞ് ഉപയോഗിക്കുക എന്നർത്ഥം. പലപ്പോഴും നമ്മൾ ജലം അനാവശ്യമായി ഉപയോഗിച്ച് കാണാറുണ്ട്. അനാവശ്യമായി ശുദ്ധജലം കുളിക്കുന്നതിനും അലക്കുന്നതിനുമൊക്കെ ഉപയോഗിക്കുന്നത് പരമാവധി കുറയ്ക്കുക. പകരം ശുദ്ധജലം കുടിവെള്ളത്തിനായിട്ടും അല്പം ഗുണനിലവാരം കുറഞ്ഞതാണെങ്കിൽ കൂടി അവ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കണം. വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ശുദ്ധജലം ഉപയോഗിക്കുന്നത് പരമാവധി കുറയ്ക്കുക. സ്വകാര്യ പങ്കാളിത്തത്തിന് പ്രാമുഖ്യം നൽകുന്ന നടപടിയും 2012 ദേശീയ ജലനയത്തിനുണ്ട്. അതായത് ജലവിതരണം, ജലസേചനം എന്നിവയ്ക്ക് സ്വകാര്യ വ്യക്തികളുടെ പങ്കാളിത്തം കൂടെ നേടുന്നുണ്ട്. അപ്പോൾ 2012 ദേശീയ ജലനയം ശുപാർശ ചെയ്ത നാഷണൽ വാട്ടർ ബോർഡാണ്. പ്രധാനപ്പെട്ട 4 നിർദ്ദേശങ്ങൾ കാലാവസ്ഥ വ്യതിയാനവുമായി പൊരുത്തപ്പെട്ടുകൊണ്ട് പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുക, ജലത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ രൂപീകരിക്കുക, ജലത്തിൻ്റെ ആവശ്യകതയും കാര്യക്ഷമമായ ഉപയോഗവും ജനങ്ങളെ ബോധവൽക്കരിക്കുക, പഠിപ്പിക്കുക, പരിശീലിപ്പിക്കുക, സ്വകാര്യ പങ്കാളിത്തത്തിന് പ്രാമുഖ്യം നൽകിക്കൊണ്ട് ജലവിതരണം ത്വരിതഗതിയിലാക്കുക. ഓക്കെ. അപ്പോൾ ഇന്ത്യയിൽ ദേശീയ തലത്തിൽ 3 ദേശീയ ജലനയങ്ങൾ 1987 2002 2012 ഇനി കേരള സംസ്ഥാന സർക്കാരിൻ്റെ ജലനയത്തിലേക്ക് നമുക്ക് പോകാം. 2008 കേരള സംസ്ഥാന സർക്കാർ ജലനയം അഥവാ ജനനയം പ്രഖ്യാപിക്കുക. 2008 കേരള സംസ്ഥാന ജലനയത്തെ ജനനയം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. കാരണം ജലസംരക്ഷണം എന്ന് പറയുന്നത് ജനങ്ങളുടെ കടമയാണെന്നും ജനങ്ങൾ നേരിട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ ജലസംരക്ഷണം ലക്ഷ്യപ്രാപ്തിയിലെത്തൂ എന്നുമാണ് കേരള സർക്കാർ പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് കേരള സംസ്ഥാനത്തെ ജലനയത്തെ 2008 ജനനയം എന്നും വിശേഷിപ്പിക്കാറുണ്ട്. 2008 കേരള സംസ്ഥാന സർക്കാരിൻ്റെ ജലനയത്തിൻ്റെ അല്ലെങ്കിൽ ജനനയത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച പ്രധാന പദ്ധതികൾ നമുക്ക് പരിചയപ്പെടാം. എന്തൊക്കെയാണ് പ്രധാന പദ്ധതികൾ നോക്കിയേ. 1. മഴവെള്ള കൊയ്ത്ത്. ഭൂഗർഭ ജല സ്രോതസ്സുകളെ സമ്പുഷ്ടമാക്കുന്നതിലേക്കായി ജലം ശേഖരിക്കുന്ന മാർഗത്തെയാണ് നമ്മളെന്തെന്ന് വിളിക്കുക? മഴവെള്ള കൊയ്ത്ത് എന്ന് വിളിക്കുക. ഭൂഗർഭ ജല സ്രോതസ്സുകളെ സമ്പുഷ്ടമാക്കുന്നതിലേക്കായി ജലം ശേഖരിക്കുന്ന മാർഗത്തെയാണ് നമ്മൾ എന്തെന്ന് വിശേഷിപ്പിക്കുന്നത്? മഴവെള്ള കൊയ്ത്ത് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇനി 2. വർഷ. വീടുകളുടെ മേൽക്കൂരയ്ക്ക് മുകളിൽ നിന്ന് മഴവെള്ളം ശേഖരിക്കുന്ന കേരള വാട്ടർ അതോറിറ്റിയുടെ പദ്ധതിയാണ് എന്ത് പേരിലറിയപ്പെടുക? വർഷ എന്ന പേരിലറിയപ്പെടുക. കേരള വാട്ടർ അതോറിറ്റി നിങ്ങൾക്ക് പരിചിതമായിരിക്കും. കേരളത്തിൽ ജലവിതരണത്തിന് വേണ്ടിയിട്ട് രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു അതോറിറ്റിയാണ് കേരള വാട്ടർ അതോറിറ്റി എന്ന് പറയുക. പൊതു പൈപ്പുകളിലൂടെ ജലം എത്തിക്കുന്നത് കേരള വാട്ടർ അതോറിറ്റിയാണ്. മഴക്കാലത്ത് സുഭിക്ഷമായി അവർക്ക് ജലം ലഭിക്കും. പക്ഷേ മഴയില്ലാത്ത സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ജലം കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് മഴ ഉള്ളപ്പോൾ മഴവെള്ളം ശേഖരിച്ച് അവരെന്ത് ചെയ്യുന്നു? സംരക്ഷിക്കുന്നു. അതിനുവേണ്ടി സ്വീകരിച്ച നയമാണ് വർഷ എന്ന പേരിൽ അറിയപ്പെടുക. വീടുകളുടെ മേൽക്കൂരയ്ക്ക് മുകളിൽ നിന്ന് മഴവെള്ളം ശേഖരിക്കുന്ന കേരള വാട്ടർ അതോറിറ്റിയുടെ പദ്ധതിയാണ് എന്ത് പേരിൽ അറിയപ്പെടുക? വർഷ എന്ന പേരിൽ അറിയപ്പെടുക. കേരള സർക്കാർ നടപ്പിലാക്കുന്ന സമ്പൂർണ്ണ ശുദ്ധജല വിതരണ പദ്ധതിയാണ് എന്ത് പേരിൽ അറിയപ്പെടുക? ജലനിധി എന്ന പേരിൽ അറിയപ്പെടുക. പദ്ധതികൾ ഇമ്പോർട്ടൻ്റ് ആണ്. കേരള സർക്കാർ നടപ്പിലാക്കുന്ന സമ്പൂർണ്ണ ശുദ്ധജല വിതരണ ശുചിത്വ പദ്ധതിയാണ് ജലനിധി. അപ്പോൾ 3 പദ്ധതികൾ പഠിച്ചു. എന്തൊക്കെ? മഴവെള്ള കൊയ്ത്ത്, ഭൂഗർഭ ജല സ്രോതസ്സുകളെ സമ്പുഷ്ടമാക്കുന്നതിലേക്കായി ജലം ശേഖരിക്കുന്ന മാർഗമാണ് മഴവെള്ള കൊയ്ത്ത്. വീടുകളുടെ മേൽക്കൂരയിൽ നിന്ന് മഴവെള്ളം ശേഖരിക്കുന്ന കേരള വാട്ടർ അതോറിറ്റിയുടെ പദ്ധതിയാണ് എന്ത് പേരിൽ അറിയപ്പെടുക? വർഷ എന്ന പേരിൽ അറിയപ്പെടുക. വർഷ എന്ന പേരിൽ അറിയപ്പെടുക. പിന്നെ പറയുന്നു ജലനിധി. എന്താണ് ജലനിധി എന്ന് പറയുന്നത്? എന്താണ് ജലനിധി? കേരള സർക്കാർ നടപ്പിലാക്കുന്ന സമ്പൂർണ്ണ ശുദ്ധജല വിതരണ ശുചിത്വ പദ്ധതിയാണ് ജലനിധി എന്ന പേരിൽ അറിയപ്പെടുക. ജലനിധി എന്ന പേരിൽ അറിയപ്പെടുക. ക്ലിയർ അല്ലേ?
പിന്നെ പറയുന്നു മഴ കേന്ദ്രം. എന്താണ് ഈ മഴ കേന്ദ്രം എന്ന് പറഞ്ഞാൽ? കേരള ഗ്രാമീണ ശുദ്ധജല വിതരണ ശുചിത്വ മിഷൻ നടപ്പിലാക്കുന്ന മഴവെള്ള സംഭരണ ഭൂജല പരിപോഷണ പദ്ധതിയാണ് മഴ കേന്ദ്രം. അതായത് കേരള ഗ്രാമീണ ശുദ്ധജല വിതരണ ശുചിത്വ ഏജൻസി നടപ്പിലാക്കുന്ന മഴവെള്ള സംഭരണ പദ്ധതി. പ്രധാനമായിട്ടും മഴക്കുഴികളിലൂടെയാണ് മഴ കേന്ദ്രം എന്ത് ചെയ്യുന്നത്? മഴവെള്ളം സംഭരിക്കുകയും ഭൂജലം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, ഭൂഗർഭ ജലം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി ആസൂത്രണം ചെയ്യുകയും ചെയ്യുക. ഓക്കെ, അതായത് നമുക്കിപ്പോൾ ഒരു കൃഷിഭൂമി ഉണ്ടെങ്കിൽ ആ കൃഷിഭൂമിയെ തട്ടുകളായി തിരിച്ച് കൃഷി ചെയ്യുക. തട്ടുകളായി തിരിച്ച് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ എവിടെയാണോ മഴ പെയ്യുന്നത് ആ മഴ പെയ്യുന്ന സ്ഥലത്ത് തന്നെ എന്ത് ചെയ്യും? അത് താഴ്ന്ന തരത്തിൽ അതിർവരമ്പുകൾ, അത് കൃഷി സ്ഥലത്ത് ഇപ്പോൾ തെങ്ങിന് പുരയിടമാകാം അല്ലെങ്കിൽ എന്തെങ്കിലും പുരയിടമാകാം, അവിടെ എന്തുണ്ടാവും? ചെറിയ അതിർത്തി പോലെ തട്ടായിട്ട് എന്ത് ചെയ്യും? മണ്ണ് കൂന കൂട്ടി വയ്ക്കും. അപ്പോൾ ആ പ്രദേശത്ത് വരുന്ന മണ്ണ് എന്ത് ചെയ്യും? അവിടെ തന്നെ താഴും. ഇനി ചരിഞ്ഞ ഭൂപ്രദേശങ്ങളാണെങ്കിൽ എന്ത് ചെയ്യാണ്? തട്ടായി മണ്ണെന്ത് ചെയ്യും? ക്രമീകരിക്കും. അവിടെയും ജലം സംരക്ഷിക്കാനായിട്ട് കഴിയും. ഭൂജലമായി മാറുകയും ചെയ്യും, ഭൂഗർഭജലമായി മാറുകയും ചെയ്യും. ഇനി ജലസൗഹൃദ വിദ്യാലയം, മഴവെള്ള സംഭരണം, ഭൂജല പരിപോഷണം എന്നിവയുടെ പ്രാധാന്യം വിദ്യാർത്ഥികളെ പഠിപ്പിക്കുകയും ആ വിദ്യാർത്ഥികളിലൂടെ സാമൂഹിക ബോധം ഉളവാക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മഴവെള്ള സംഭരണം കുട്ടികളുടെ കടമയായി, സമൂഹത്തിൻ്റെ കടമയായി അവരെ ബോധവൽക്കരിക്കുകയും അവരിലൂടെ പദ്ധതി നടപ്പിലാക്കുന്നതും ചെയ്യുന്നതാണ് ജലസൗഹൃദ വിദ്യാലയം എന്ന പേരിൽ അറിയപ്പെടുക. അപ്പോൾ 2008 കേരള സംസ്ഥാന ജലനയം പ്രഖ്യാപിക്കുന്നത്. ആ ജലനയത്തിൻ്റെ ഭാഗമായിട്ട് രൂപീകരിച്ച പ്രധാനപ്പെട്ട ജല സംരക്ഷണ പദ്ധതികൾ നമുക്ക് പരിചയപ്പെടാം. മഴവെള്ള കൊയ്ത്ത്, ഭൂഗർഭ ജലസ്രോതസ്സുകളെ സമ്പുഷ്ടമാക്കുന്നതിലേക്കായി ജലം ശേഖരിക്കുന്ന മാർഗം. വർഷ, വീടുകളുടെ മേൽക്കൂരയ്ക്ക് മുകളിൽ നിന്ന് മഴവെള്ളം ശേഖരിക്കുന്ന കേരള വാട്ടർ അതോറിറ്റിയുടെ പദ്ധതി. ജലനിധി, കേരള സർക്കാർ നടപ്പിലാക്കുന്ന സമ്പൂർണ്ണ ശുദ്ധജല വിതരണ ശുചിത്വ പദ്ധതിയാണ് ജലനിധി എന്നറിയപ്പെടുക. മഴ കേന്ദ്രം, കേരള ഗ്രാമീണ ശുദ്ധജല വിതരണ ശുചിത്വ ഏജൻസി നടപ്പിലാക്കുന്ന മഴവെള്ള സംഭരണ ഭൂജല പരിപോഷണ പദ്ധതി. ജലസൗഹൃദ വിദ്യാലയം, മഴവെള്ള സംഭരണം, ഭൂജല പരിപോഷണം എന്നിവയുടെ പ്രാധാന്യം വിദ്യാർത്ഥികളിലൂടെ ജനസമൂഹത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് വിഭാവനം ചെയ്ത പദ്ധതിയാണെന്ത്? ജലസൗഹൃദ വിദ്യാലയം എന്നറിയപ്പെടുക. ഈ പദ്ധതികൾ മറക്കില്ലല്ലോ? ഇല്ലാലോ? ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? ദേശീയ ജലനയവും കേരളത്തിലെ ജലനയവും. ദേശീയ ജലനയം ജലസ്രോതസ്സുകളുടെ ആസൂത്രണവും വികസനവും അവയുടെ പരമാവധി വിനിയോഗവും നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ ആദ്യമായി ദേശീയ ജലനയം അംഗീകരിച്ചത് 1987 ദേശീയ ജലനയം 1987 അടിസ്ഥാനത്തിൽ മുൻഗണന കുടിവെള്ളത്തിന്, അത് കഴിഞ്ഞ് ജലസേചനം, അത് കഴിഞ്ഞ് ജലവൈദ്യുതി, അത് കഴിഞ്ഞ് ജലഗതാഗതം, ഏറ്റവും അവസാനം മാത്രം വ്യാവസായിക ഉപയോഗങ്ങൾക്ക് ജലം ഉപയോഗിക്കാം. ദേശീയ ജലനയം 1987 പ്രധാന നിർദ്ദേശങ്ങൾ: വരൾച്ച ബാധിത പ്രദേശങ്ങളിൽ വരൾച്ചയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കുള്ള നടപടികൾ സ്വീകരിക്കുക. വെള്ളപ്പൊക്ക സാധ്യതയുള്ള മേഖലകളിൽ വെള്ളപ്പൊക്കം നിയന്ത്രിക്കുന്നതിനായും നിവാരണത്തിനായുമുള്ള പദ്ധതികൾ തയ്യാറാക്കുക. ജലസേചന സംവിധാനത്തിലെയും ജലവിതരണം തുല്യതയും സാമൂഹ്യ നീതിയും പരിഗണിച്ചുകൊണ്ടായിരിക്കണം. ഭൂഗർഭ ജലസ്രോതസ്സുകളുടെ ചൂഷണം നിയന്ത്രിക്കുകയും സാമൂഹിക സമത്വം ഉറപ്പുവരുത്തിക്കൊണ്ട് വിതരണം ചെയ്യുകയും വേണം. രാജ്യത്തിന് ലഭ്യമായ ജലസ്രോതസ്സുകൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം. അടുത്ത തലമുറയ്ക്ക് വേണ്ടി സംരക്ഷിക്കുകയും വേണം. രാജ്യമൊട്ടാകെ ഒരൊറ്റ ജലമേഖല ഉണ്ടായിരിക്കണം, സംസ്ഥാന പ്രാദേശിക അതിർവരമ്പുകൾക്ക് അപ്പുറമായിട്ട്. 2002 ദേശീയ ജലനയത്തിൻ്റെ നിർദ്ദേശം: ജലവിഭവ ആസൂത്രണം ഉറപ്പാക്കണം. ആസൂത്രണം എന്ന് പറയുമ്പോൾ പദ്ധതികൾ രൂപീകരിക്കണം. എന്തിനു വേണ്ടി? നിരീക്ഷണത്തിനും പരിപാലനത്തിനും നവീകരണത്തിനും വേണ്ടി. ജലത്തിൻ്റെ ഗുണനിലവാരം എപ്പോഴും ഉറപ്പാക്കണം. സ്വകാര്യ മേഖലകളിലെ പങ്കാളിത്തത്തോടുകൂടി പദ്ധതികൾ ആവിഷ്കരിക്കണം. അന്തർ സംസ്ഥാന ജലവിതരണം സുഗമമാക്കിക്കൊണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ജലതർക്കം പരിഹരിക്കണം. വിവര സംവിധാനം ശേഖരണത്തിലൂടെ സ്ഥിതി വിവരക്കണക്ക്, ജലവിഭവങ്ങളുടെ സ്ഥിതി വിവരക്കണക്ക് അപ്ഡേറ്റ് ചെയ്യണം. ദേശീയ ജലനയം 2012 ശുപാർശ ചെയ്ത നാഷണൽ വാട്ടർ ബോർഡാണ്. പ്രധാനപ്പെട്ട 4 നിർദ്ദേശങ്ങൾ: കാലാവസ്ഥ വ്യതിയാനവുമായി പൊരുത്തപ്പെടുക, ജലത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക, ജലത്തിൻ്റെ ആവശ്യകതയും കാര്യക്ഷമമായ ഉപയോഗവും ഉറപ്പുവരുത്തുക, സ്വകാര്യ പങ്കാളിത്തത്തിന് പ്രാമുഖ്യം നൽകുകയും വേണം. കേരള സംസ്ഥാന സർക്കാരിൻ്റെ ജലനയം പ്രഖ്യാപിച്ചത് 2008. അത് ജനനയം 2008 എന്നാണ് അറിയപ്പെട്ടത്. പ്രധാനപ്പെട്ട പദ്ധതികൾ: മഴവെള്ള കൊയ്ത്ത്, ഭൂഗർഭ ജലസ്രോതസ്സുകളെ സമ്പുഷ്ടമാക്കുന്നതിലേക്കായി ജലം ശേഖരിക്കുന്ന മാർഗം. വർഷ, വീടുകളുടെ മേൽക്കൂരയ്ക്ക് മുകളിൽ നിന്ന് മഴവെള്ളം ശേഖരിക്കുന്ന കേരള വാട്ടർ അതോറിറ്റിയുടെ പദ്ധതി. ജലനിധി, കേരള സർക്കാർ നടപ്പിലാക്കുന്ന സമ്പൂർണ്ണ ശുദ്ധജല വിതരണ ശുചിത്വ പദ്ധതി. മഴ കേന്ദ്രം,
കേരള ഗ്രാമീണ ശുദ്ധജല വിതരണ ശുചിത്വ ഏജൻസി നടപ്പിലാക്കുന്ന മഴവെള്ള സംഭരണ ഭൂജല പരിപോഷണ പരിപാടി. ജലസൗഹൃദ വിദ്യാലയം, മഴവെള്ള സംഭരണം, ഭൂജല പരിപോഷണം എന്നിവയുടെ പ്രാധാന്യം വിദ്യാർത്ഥികളിലൂടെ ജനസമൂഹങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി വിഭാവനം ചെയ്ത പദ്ധതി. ഇനി മഴവെള്ളക്കൊയ്ത്തിൻ്റെ നേട്ടങ്ങൾ. മഴവെള്ളക്കൊയ്ത്ത് നമ്മളിവിടെ പഠിച്ചു. എന്താണ് മഴവെള്ളക്കൊയ്ത്ത്? ഭൂഗർഭ ജലസ്രോതസ്സുകളെ സമ്പുഷ്ടമാക്കുന്നതിലേക്കായി ജലം ശേഖരിക്കുന്ന മാർഗമാണ് മഴവെള്ളക്കൊയ്ത്ത്, അല്ലെ? ആ പദ്ധതിയെക്കുറിച്ച് ആധികാരികമായി നമ്മൾ ഒന്ന് പഠിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, യെസ്. മഴവെള്ളക്കൊയ്ത്തിൻ്റെ നേട്ടങ്ങൾ. ഭൂഗർഭ ജലസ്രോതസ്സുകളുടെ ശോഷണം തടയുന്നു. 2. ജലലഭ്യത വർദ്ധിപ്പിക്കുന്നു. മലിനീകരണ വസ്തുക്കളായ ഫ്ലൂറൈഡുകളെയും നൈട്രേറ്റുകളെയും നേർപ്പിച്ചുകൊണ്ട് ഭൂഗർഭജലത്തിൻ്റെ ഗുണമേന്മ മെച്ചപ്പെടുത്തുന്നു. വെള്ളപ്പൊക്കം, മണ്ണൊലിപ്പ് എന്നിവ തടയുന്നു. തീരപ്രദേശത്തെ ഉപ്പുവെള്ളത്തിൻ്റെ കടന്നുകയറ്റത്തെ തടയുകയും ചെയ്യുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ മഴവെള്ളക്കൊയ്ത്തിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയാ? മഴവെള്ളക്കൊയ്ത്ത് എന്ന് പറഞ്ഞാൽ ഭൂഗർഭജലത്തിൻ്റെ അളവ് കൂട്ടുക എന്നർത്ഥം. അപ്പോൾ ഭൂഗർഭജലത്തിൻ്റെ അളവ് കൂട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? ഭൂഗർഭ ജലസ്രോതസ്സുകളുടെ എണ്ണം അവിടെ കുറയുകയല്ല, മറിച്ച് കൂടുകയാണ് ചെയ്യുക. അപ്പോൾ ശോഷണം തടയും. 2. ജലലഭ്യത വർദ്ധിപ്പിക്കും. അത് ശരിയാണ്. മലിനീകരണ വസ്തുക്കളായ ഫ്ലൂറൈഡുകളെയും നൈട്രേറ്റുകളെയും നേർപ്പിക്കാനായിട്ട് കഴിയും. കാരണം ശുദ്ധജലത്തിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ അവയിലുള്ള മാലിന്യത്തിൻ്റെ തോത് ശതമാനം കുറയില്ലേ? അതെ, തീർച്ചയായിട്ടും മലിനീകരണ വസ്തുക്കളായ ഫ്ലൂറൈഡുകളെയും നൈട്രേറ്റുകളെയും നേർപ്പിച്ചുകൊണ്ട് ഭൂഗർഭജലത്തിൻ്റെ ഗുണമേന്മ മെച്ചപ്പെടുത്തും. ഉദാഹരണം, ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളത്തിൽ 2 ഗ്ലാസ് ശുദ്ധജലം ഒഴിച്ചാൽ അവിടെ നമുക്ക് ആ നാരങ്ങ നീരിൻ്റെ പുളിപ്പ് കൂടുമോ കുറയുകയല്ലേ ചെയ്യുക? അത്രയേ ഉള്ളൂ. ഇപ്പം നിലവിൽ ഭൂഗർഭജലം ഉണ്ട്, അതിൽ ഉറപ്പായിട്ടും ഫ്ലൂറൈഡ് നൈട്രേറ്റും ഉണ്ട്. കുറച്ച് കൂടുതൽ ശുദ്ധജലം വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവയുടെ അളവ് കുറയും മൊത്തത്തിൽ ഓവറോൾ എടുക്കുമ്പോൾ. യെസ്. ഇനി വെള്ളപ്പൊക്കം, മണ്ണൊലിപ്പ് എന്നിവ തടയുവാനായിട്ട് കഴിയും. തീരപ്രദേശത്തെ ഉപ്പുവെള്ളത്തിൻ്റെ കടന്നുകയറ്റത്തെ തടയും. ഈ വെള്ളപ്പൊക്കം, മണ്ണൊലിപ്പ് എന്നിവ എങ്ങനെ തടയാനായിട്ട് കഴിയും? വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന നദീതീരങ്ങളിലല്ലേ? നദീതീരങ്ങളിൽ ജലസാന്നിധ്യമുണ്ടെങ്കിൽ അവിടെ എപ്പോഴും എന്ത് ചെയ്യാം? നല്ല വേര് ആഴ്ന്നിറങ്ങുന്ന മരങ്ങൾ നട്ടുപിടിപ്പിക്കാം, കണ്ടൽക്കാടുകൾ നട്ടുപിടിപ്പിക്കാം. അത് തീരദേശ ശോഷണം തടയും. നദീതീരത്തെ വെള്ളപ്പൊക്കമുണ്ടായി അപകടസ്ഥിതി ഉണ്ടാക്കുന്നതും ഒരു പരിധിവരെ തടയും. 2. മണ്ണൊലിപ്പ് തടയാനായിട്ട് നമുക്ക് ജലസംഭരണ ശേഷി ഉണ്ടെങ്കിൽ ജലസേചനത്തിലൂടെ തരിശു ഭൂപ്രദേശങ്ങളൊക്കെ എന്താക്കി മാറ്റാം? മരങ്ങൾ നട്ടുപിടിപ്പിക്കാം, കൃഷിയോഗ്യമാക്കി മാറ്റാം. അങ്ങനെ ഒരു പരിധിവരെ എന്ത് ചെയ്യാം? മണ്ണൊലിപ്പം തടയാം. ശരിയല്ലേ? ഇനി ഭൂഗർഭ ജലനിരപ്പ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്രൗണ്ട് വാട്ടർ ആക്ട് 2020 രൂപീകരിച്ചത് ഉത്തർപ്രദേശാണ്. എന്താണ് ഈ ഗ്രൗണ്ട് വാട്ടർ ആക്ട് എന്നറിയാമോ? അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് എന്ന് പറയുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിൽ കൃഷിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ജലവിതരണം നടത്തുന്നത് കനാലുകളുടെ സഹായത്താലല്ല, മറിച്ച് കുഴൽക്കിണറുകളുടെ സഹായത്താലാണ്. നിങ്ങൾ യൂട്യൂബിലൊക്കെ ചിലപ്പോൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും, മനുഷ്യനിർമ്മിതമായ കുഴൽക്കിണറുകൾ. അതായത് കുറച്ച് പേര് വന്നിട്ട് എന്ത് ചെയ്യുന്നു? മെഷീൻ ഇല്ലാതെ കുഴൽക്കിണർ നിർമ്മിക്കുന്നത് കാണാറില്ലേ? മനുഷ്യൻ്റെ പ്രവൃത്തി കൊണ്ട്, ബലം കൊണ്ട് എന്ത് ചെയ്തു? ചെറുതായിട്ട് കുഴിച്ച് ചെറിയ ആഴമുള്ള ഏകദേശം 100 അടി. ഉത്തർപ്രദേശിൽ മിക്കവാറും കുഴൽക്കിണർ അത്രയും ആഴം മാത്രമേ ഉള്ളൂ. ഏകദേശം 100 അടി മാത്രമുള്ള കുഴൽക്കിണറുകളാണ് രൂപീകരിച്ചിട്ടുള്ളത്. അവയിലെ കുഴൽക്കിണറുകൾ 100 അടി എന്ന് പറയുമ്പോൾ വളരെ ചെറുതാണ്, അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ജലം എന്ത് ചെയ്യാം? ഉപയോഗിച്ച് തീർന്നു പോകാം. ആ സാഹചര്യത്തിൽ അത് ഉപേക്ഷിച്ചിട്ട് എന്ത് ചെയ്യും? പുതിയ കുഴൽക്കിണർ നിർമ്മിക്കും. അതും ഈ 100 അടി മാത്രമേ പോകത്തുള്ളൂ. മാക്സിമമാണ് ഞാൻ പറയുന്നത് കേട്ടോ. 50 അടി മുതൽ 100 അടി വരെ എന്നാണ് പറയുക. മാക്സിമം 100 അടി വരെ താഴ്ച ഉണ്ടാവില്ല. അതിൽ വെള്ളം ഉപയോഗിച്ച് കിടന്നാലോ മറ്റൊരു കുഴൽക്കിണർ കുഴിക്കും. അപ്പോൾ ഇന്ത്യയിൽ കുഴൽക്കിണർ ജലസേചനം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ ഉത്തർപ്രദേശാണ് പറയുക. കുഴൽക്കിണർ ജലസേചനം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. അപ്പോൾ ഈ കുഴൽക്കിണർ പലതും വെള്ളമില്ലാതായി മാറി. അപ്പോൾ ഉത്തർപ്രദേശ് ഗവൺമെൻറ് 2020 പുതിയൊരു നയം കൊണ്ടുവന്നു. ഗ്രൗണ്ട് വാട്ടർ ആക്ട് പ്രകാരം പ്രഖ്യാപിച്ചു, നിലവിലെ കുഴൽക്കിണറുകൾ പരമാവധി പുനരുപയോഗിക്കണം. പുതിയ കുഴൽക്കിണറുകൾ എന്ത് ചെയ്യില്ല? കുഴിക്കാൻ അനുവദിക്കില്ല. അപ്പം നിലവിൽ 100 അടി താഴ്ചയുള്ള കുഴൽക്കിണറുകളുടെ ആഴം വർദ്ധിപ്പിച്ചുകൊണ്ട് അത് ഉപയോഗിക്കുക. പുതിയ കുഴൽക്കിണർ എന്ത് ചെയ്യില്ല? അനുവദിക്കില്ല. നമുക്കറിയാം ഉത്തർപ്രദേശിൽ ഈ ഉപയോഗിച്ച് കഴിഞ്ഞ കുഴൽക്കിണറുകൾ പലപ്പോഴും മൂടത്തില്ല. അതിൽ കൊച്ചുകുട്ടികളൊക്കെ വീണ് ഒരുപാട് അപകടമുണ്ടാകാറുണ്ട്.
പത്രവാർത്തകളായി നിങ്ങൾ കാണാറുമുണ്ട്. അതൊക്കെ തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ഉത്തർപ്രദേശ് 2020 ഗ്രൗണ്ട് വാട്ടർ ആക്ട് പാസ്സാക്കുന്നത്. ഓക്കെ, ടാങ്ക് അല്ലെങ്കിൽ കുണ്ട് എന്നറിയപ്പെടുന്ന മഴവെള്ള കൊയ്ത്ത് പദ്ധതി നിലവിൽ വന്നത് രാജസ്ഥാനിലാണ്. രാജസ്ഥാൻ എന്ന് പറയുന്നത് നമുക്കറിയാലോ, ഇന്ത്യയിലെ മരുഭൂമിയായ താർ മരുഭൂമി കാണപ്പെടുന്ന ഭൂപ്രദേശമാണ് അല്ലേ. അപ്പോൾ മരുഭൂപ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനിഷൻ തന്നെ ഇതാണ്, ഒരു വർഷം 25 സെൻറ്റിമീറ്ററിൽ താഴെ മാത്രം മഴ ലഭിക്കുന്ന ഭൂപ്രദേശങ്ങൾ. ആ 25 സെൻറ്റിമീറ്ററിൽ താഴെ മാത്രം മഴ ലഭിക്കുന്നതിനെയാണ് നമ്മൾ മരുഭൂമി എന്ന് വിളിക്കുക. ആ ലഭിക്കുന്ന മഴയെ പരമാവധി ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട്, പരമാവധി ഭൂഗർഭജലമാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യും, മഴക്കുഴി നിർമ്മിക്കാറുണ്ട്. ആ മഴക്കുഴിയാണ് കുണ്ട് എന്ന പേരിൽ അറിയപ്പെടുക, അഥവാ ടാങ്ക് എന്ന പേരിൽ അറിയപ്പെടുക. ചിലർ എന്ത് ചെയ്യും, ഭൂഗർഭജലമായി മാറ്റാനായിട്ട് ശ്രമിക്കും. മറ്റ് ചിലർ, അതായത് മനുഷ്യവാസം സ്ഥിരമായിട്ടുള്ള ഭൂപ്രദേശത്താണെങ്കിൽ ടാങ്ക് പോലെ, അതായത് നമ്മുടെ നാട്ടിലൊക്കെ കുളമില്ലേടെ, നമ്മൾ ടാർപോളിൻ ഷീറ്റൊക്കെ വിരിച്ചിട്ട് മത്സ്യങ്ങൾ വളർത്താൻ വേണ്ടി എന്ത് ചെയ്യാറുണ്ട്, ചെറിയ കുളങ്ങൾ നിർമ്മിക്കാറുണ്ട്, മനുഷ്യനിർമ്മിത കുളങ്ങൾ. അതുപോലെ ചെറിയ പോണ്ട്, ചെറിയ കുഴി നിർമ്മിച്ച് വെള്ളം താഴ്ന്നു പോകാതെ കെട്ടി നിർത്തുന്ന തരത്തിൽ അവരെന്തെയും സംരക്ഷിച്ച് നിർത്തും, പ്ലാസ്റ്റിക് ഷീറ്റുകളൊക്കെ കൊണ്ട്. അത് അവരുടെ ദൈനംദിന ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അവർ ഉപയോഗിക്കും. അപ്പോൾ മഴ പെയ്യുന്നു, അവരുടെ വീട്ടിൻ്റെ പരിസരത്തുള്ള മഴ വെള്ളമെല്ലാം കൃത്യമായി ഒഴുകി അവിടെ എത്തുന്നതിന് വേണ്ടിയിട്ട് സജ്ജീകരിക്കും. ഇനി ഒഴുകി എത്തുന്ന ജലം സ്വാഭാവികമായിട്ട് മണ്ണിൻ്റെ അംശമൊക്കെ കലർന്നിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഈ ടാങ്കിൽ എത്തുന്നതിന് മുമ്പ് ചുറ്റും എന്ത് ചെയ്യും, മെറ്റല്, നമ്മുടെ കൽക്കരി പീസുകൾ, അതായത് നമ്മുടെ കാർബൺ അടങ്ങിയ കൽക്കരി പീസുകൾ, ചെറിയ മണൽത്തരികൾ എല്ലാം കൃത്യമായ അളവിൽ ചേർത്ത് അതിലൂടെ കടത്തിവിട്ടുകൊണ്ടാണ് ജലം എന്ത് ചെയ്യുന്നത്, ഈ ടാങ്കിൽ എത്തിക്കുന്നത്. അപ്പോൾ മണൽത്തരി, അതുപോലെ തന്നെ കരി, അതുപോലെ തന്നെ കല്ല്, ഇതൊക്കെ കടന്ന് വരുമ്പോൾ ജലം ശുദ്ധമായി മാറും. അതൊക്കെ അരിപ്പയായിട്ട് പ്രവർത്തിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ശുദ്ധജലമായി മാറ്റിയിട്ട് അവർ വർഷം മുഴുവൻ ആ ടാങ്കിൽ നിന്ന് എന്ത് ചെയ്യും, ജലം വിനിയോഗിക്കും. അതാണ് ഈ ടാങ്ക് അല്ലെങ്കിൽ കുണ്ട് എന്നറിയപ്പെടുന്ന പദ്ധതി. മനസ്സിലായോ? അപ്പോൾ ഇന്നേ ദിവസം നമ്മൾ പഠിച്ചത് പ്രധാനമായിട്ട് എന്തായിരുന്നു പഠിച്ചേ? ദേശീയ ജലനയം, കേരള സംസ്ഥാനത്തെ ജലനയം. ഈ ജലനയത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലൊട്ടാകെ ചെയ്ത പ്രധാന പ്രവൃത്തികളും, അതായത് മഴവെള്ള കൊയ്ത്ത് പദ്ധതിയും നമ്മൾ വിശകലനം ചെയ്തു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒരു സെക്ഷൻ കൂടെ നമുക്ക് പഠിച്ചിട്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. നിലവിൽ ലോകത്താകെ ഭൗമ ഉപരിതലത്തിൽ ആകെ 71% ജലമുണ്ടെന്ന് നമുക്കറിയാം. ബാക്കി കരഭാഗമാണ് നമുക്കറിയാം. പക്ഷേ അതിൽ കേവലം 3% മാത്രമാണ് എന്തുള്ളത്, ശുദ്ധജലമുള്ളത്. മനസ്സിലായോ? ഇന്ത്യയിൽ ഒരു വർഷം ലഭിക്കുന്ന ആകെ വർഷപാതം എത്രയാ? 4000 ക്യൂബിക് കിലോമീറ്റർ ആണ്. 4000 ക്യൂബിക് കിലോമീറ്റർ. പക്ഷേ ആ 4000 ക്യൂബിക് കിലോമീറ്ററിൽ 432 ക്യൂബിക് കിലോമീറ്റർ മാത്രമേ നമ്മൾ ഭൂഗർഭജലമാക്കി മാറ്റുന്നുള്ളൂ. അതായത് ഏകദേശം 13% താഴെ. ബാക്കിയെല്ലാം നമ്മൾ എന്ത് ചെയ്യാണ്, ഒഴുക്കി സമുദ്രത്തിലേക്ക് കളയുകയാണ്. നമുക്ക് ആകെ ഭൂഗർഭജലമുള്ള എത്രയാ? 1869 ക്യൂബിക് കിലോമീറ്റർ ആണ്. 1869 ക്യൂബിക് കിലോമീറ്റർ. മഴയിലൂടെ നമുക്ക് ഓരോ വർഷം എത്ര കിട്ടും? 4000 ക്യൂബിക് കിലോമീറ്റർ കിട്ടും. പക്ഷെ അതിൽ എത്ര മാത്രമേ നമ്മൾ ഭൂഗർഭജലമായി മാറ്റുന്നുള്ളൂ? 432 മാത്രം. പക്ഷേ ഈ 4000 ക്യൂബിക് കിലോമീറ്റർ മഴയായിട്ട് ലഭിക്കുമ്പോൾ അവയെല്ലാം നമുക്ക് ഭൂഗർഭജലമാക്കി മാറ്റിയാൽ ഇന്ത്യയിലെ ജലക്ഷാമം 100% പരിഹരിക്കാനായിട്ട് കഴിയും. ഭാവിയിലെ കുറേ തലമുറകൾക്ക് വേണ്ടിയിട്ട് ശുദ്ധജലം നമുക്ക് സംരക്ഷിക്കുവാനും കഴിയും. ഈ സ്ഥിതിവിവര കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ എന്ത് ചെയ്യുന്നത്, ജല സംരക്ഷണ പദ്ധതികൾ ഇന്ത്യയിലെ കേന്ദ്ര സർക്കാരും വിവിധ സംസ്ഥാന സർക്കാരുകളും ആസൂത്രണം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മറക്കരുത്, ഇന്ത്യയിൽ നിലവിൽ എത്ര ഭൂഗർഭജലമുണ്ട്? 1869 ക്യൂബിക് കിലോമീറ്റർ. മഴയിലൂടെ നമുക്ക് എത്ര കിട്ടും? 4000 ക്യൂബിക് കിലോമീറ്റർ. പക്ഷെ അതിൽ എത്ര മാത്രമേ നമ്മൾ ഭൂഗർഭജലമായി മാറ്റുന്നുള്ളൂ? 432 ക്യൂബിക് കിലോമീറ്റർ മാത്രം. ഈ നമ്പറൊക്കെ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാം. SCERT പുസ്തകത്തിലെ ഫാക്റ്റാണ്, മറന്നു പോകരുത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പഠിച്ചത്. അത് കൃത്യമായിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ദിവസം പഠിക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് വരിക. ബാക്കി നമുക്ക് അടുത്ത ദിവസം പഠിക്കാം. ബൈ ബൈ.